കാസർഗോഡ് കുമ്പള മൊഗ്രാലിൽ യുവാവിനെ മണ്ണെണ്ണ ഒഴിച്ച് തീകൊളുത്തി കൊല്ലാൻ ശ്രമം. ഇതര സംസ്ഥാന തൊഴിലാളിയായ അബ്ദുൽ ഗഫൂറാണ് ക്രൂരമായ ആക്രമണത്തിനിരയായത്. യുവതിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമണം നടത്തുകയായിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ യുവാവിനെ കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അബ്ദുൽ ഗഫൂർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പയ്യ തരാജല്ലോ നയിച്ചിക്കും തരാജല്ലോ. അപ്പൊ ആ പെണ്ണങ്ങ എപ്പോ തരുന്നു ചൊല്ലിട്ട് ബാങ്ക് നമ്പറിൽ പോലീസിനെ വിളിച്ച. അപ്പൊ പോലീസ് പറഞ്ഞു 3000 രൂപ തരുന്നത്, ഇത്ര ബാലൻസ് ഇത്ര ബാക്കി വെച്ചിനല്ലേ, ഇത്ര ദിവസം പെൻഡിങ്ങില്, അതിന്റെ 15000 രൂപ നിങ്ങൾ പയ്യോട്ട് ജാസ്തി കൊടുക്കാൻ വരുമോ? അപ്പൊ ഓര് പറഞ്ഞു നിങ്ങൾ ഓരോ കാര്യം ചെയ്യും, ഒരാഴ്ചയില് റിട്ടേൺ പൈസ ഓള് എപ്പോ തരൂ ചെല്ലോ. അപ്പൊ ഞങ്ങൾ അടുത്ത ശനിയാഴ്ച തരാ പറഞ്ഞു. അപ്പൊ ഓര് അപ്പൊ അടുത്ത ശനിയാഴ്ച പെണ്ണുങ്ങൾ വിളിച്ച് പറഞ്ഞു ശരിയോ. അപ്പൊ പെണ്ണുങ്ങൾ വിളിച്ച് ശരിട്ട് അമ്മ അതിന് പാപത്തിൽ പെണ്ണ് അങ്ങനെ ഇങ്ങനെ ശരിക്കും കൊറേ പറഞ്ഞോള്. പറഞ്ഞിട്ട് അമ്മ നിങ്ങൾ പൈസ തരാം, ഞങ്ങൾ തിന്നുന്നില്ല ശരിക്കും ഞങ്ങൾ. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ വധശ്രമത്തിന്റെ കാരണം എന്താണ്? ഒരു യുവതിയുടെ നേതൃത്വത്തിലുള്ള 4 അംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ പ്രതികളെക്കുറിച്ചുള്ള സൂചനയുണ്ടോ? പോലീസ് ഈ അക്രമികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ടോമെ, ശരവണൻ, ലിംഗം, മേരി, കണ്ടാൽ അറിയാവുന്ന ഒരാൾ, ഇങ്ങനെ 4 പേരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ ഇത്തരത്തിൽ അതിക്രൂരമായി അബ്ദുൽ ഗഫൂറിനെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമം നടത്തിയിരിക്കുന്നത്. ഇത് മൊഗ്രാൽ അടിപ്പാത, റെയിൽവേ അടിപ്പാതയുണ്ട്, ഇവിടെ നിന്നാണ് ഇങ്ങനെ ഒരു സംഭവം ഇന്ന് പുലർച്ചെ ഉണ്ടായത്. ഇതിൽ പ്രധാനമായും ഇയാൾ കാരണം പറയുന്നത്, പോലീസ് ഉൾപ്പെടെ പറയുന്നത്, ഈ അബ്ദുൽ ഗഫൂർ ഇവർക്ക് ഒരു 3000 രൂപ ജോലി എടുത്തത് വകയായി നൽകാറുണ്ട്. പക്ഷെ അതേസമയം തന്നെ എഞ്ചിനീയറിൽ നിന്നും 18000-ഓളം രൂപ ഇയാൾക്ക് അബ്ദുൽ ഗഫൂറിന് കിട്ടാനുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇപ്പോൾ സംസാരിച്ചത്. അങ്ങനെ ആ പണം കിട്ടിയാൽ നൽകാമെന്ന് പറഞ്ഞിരുന്നെന്ന് പറയുന്നു. പക്ഷേ അതിന് കാത്തു നിൽക്കാതെ ഇങ്ങനെ ഒരു ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഇതിൽ പ്രാഥമികമായി പോലീസ് പറയുന്നത്. പക്ഷെ അതിൽ അപ്പുറം ഇതിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്നത് പോലീസ് അന്വേഷണത്തിലാണ്. ഏതായാലും ഇദ്ദേഹം അപകടനില തരണം ചെയ്തിട്ടുണ്ട്. കുമ്പള സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇദ്ദേഹം ഉള്ളത്. ഇന്ന് പുലർച്ചെയാണ് ഇങ്ങനെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്, ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതോടൊപ്പം ഈ പ്രതികളെ പിടികൂടാനുള്ള പോലീസ് അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ കുമ്പളയ്ക്ക് സമീപം ഈ കൊപ്പളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നതിന് തൊട്ടടുത്ത ഇങ്ങനെ പുലർച്ചെ ഇയാൾ ജോലിക്കായി നടന്നു പോകുമ്പോഴാണ് കുറ്റിക്കാട്ടിൽ ഒളിഞ്ഞു നിന്നിരുന്ന ഈ 4 അംഗ സംഘം ചാടി വരികയും ഒരാൾ മണ്ണെണ്ണ ഒഴിക്കുകയും മറ്റൊരാൾ തീ കൊളുത്തുകയുമായിരുന്നു. അങ്ങനെ തീ ആളിപ്പടർന്നപ്പോൾ ഈ സംഘം അവിടെ നിന്നും രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാലും ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ പ്രതികളെ ഉടനെ പിടികൂടേണ്ടതുണ്ട്. ഏതായാലും ഈ 4 പ്രതികളും ഇപ്പോൾ പോലീസിനെ പിടികൂടാൻ ആയിട്ടില്ല. ഈ അബ്ദുൾ ഗഫൂർ എന്ന് പറയുന്ന ഇദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിലേക്ക് വന്നതാണ്. ഇദ്ദേഹം കർണാടകയിലെ ഹുബ്ലി എന്ന് പറയുന്ന, പക്ഷെ വർഷങ്ങളായി ഈ കേരളത്തിൽ തന്നെയാണ് താമസം. ഇവിടെ ഈ മേസ്ത്രി, അതായത് ഇങ്ങനെ കെട്ടിട നിർമ്മാണ സമൂഹവുമായി ബന്ധപ്പെട്ട ജോലിയിൽ ഏർപ്പെട്ട് അതിന്റെ മേസ്ത്രിയായി ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. ഇദ്ദേഹം ഒരു വാടക വീട്ടിലാണ് താമസം. ഒപ്പം ഈ അക്രമി സംഘം തളങ്കര എന്ന് പറയുന്ന, കാസർഗോഡ് ടൗണിനോട് ചേർന്ന് നടക്കുന്ന തളങ്കര എന്ന് പറയുന്ന സ്ഥലത്തെ വാടക ക്വാർട്ടേഴ്സിലാണ് ഈ മേരി ഉൾപ്പെടെ ഉള്ള ഈ 4 അംഗ സംഘം താമസിക്കുന്നത്. എന്തായാലും ഇവരെ പിടികൂടി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ മറ്റെന്തെങ്കിലും കാരണം ഇതിനുണ്ടോ എന്ന് അറിയാൻ സാധിക്കൂ. നിലവിൽ ഇപ്പോൾ അബ്ദുൽ ഗഫൂർ പറയുന്നത് ഇങ്ങനെയാണ്: 3000 രൂപ ഇവർക്ക് നൽകാനുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് നിരന്തരം ഇവർ ഫോൺ വിളിച്ചും മറ്റും ഭീഷണിപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം ഒരു പോലീസ് എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായെന്ന് ഇദ്ദേഹത്തിന് മൊഴിയുണ്ട്. അതും ഇപ്പോൾ ഏതായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ, അതല്ല വ്യാജമായി പോലീസാണെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചതാണോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നത് ഇനി ഇവരെ പിടികൂടിയാൽ മാത്രമേ ഇവർക്ക് ഇത്രയും വലിയ ഒരു മണ്ണെണ്ണ ഒഴിച്ച് ഒരാളെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ മാത്രം ശത്രുത എന്ത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരൂ. നിലവിൽ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് പണം ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു തർക്കം, അതേ തുടർന്ന് ഇങ്ങനെ ഒരു കൊലപാതക ശ്രമം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ. അതായത് ആസൂത്രിതമായ രീതിയിൽ കൊലപ്പെടുത്തുക എന്നായിരുന്നോ ഈ പ്രതികളുടെ ലക്ഷ്യം? അതോ പെട്ടെന്നുള്ളൊരു പ്രകോപനത്തെ തുടർന്ന് ഈ രീതിയിൽ ആക്രമണം നടത്തിയതാണോ?
ടോമെ, പോലീസ് പറയുന്നത് ഇത് ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതക ശ്രമം തന്നെയെന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഇത് വളരെ പുലർച്ചെയാണ്. ഇവർ താമസിക്കുന്ന സ്ഥലവുമായി വലിയ വ്യത്യാസമുണ്ട്. ഇവർ അങ്ങനെയാണെങ്കിൽ 4 അംഗ സംഘം കൃത്യമായി കുറ്റിക്കാട്ടിൽ ഒളിച്ചു നിൽക്കുന്നു. ഇദ്ദേഹം വീട്ടിൽ നിന്നും നടന്നു വരുന്ന വഴി കൃത്യമായി മനസ്സിലാക്കി ആളൊഴിഞ്ഞ സ്ഥലത്തെത്തുമ്പോൾ ഇങ്ങനെ ആക്രമിക്കുന്നു. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാൾ ഈ അബ്ദുൽ ഗഫൂറിന്റെ ദേഹത്തേക്ക് മണ്ണെണ്ണ ഒഴിക്കുന്നു, മറ്റൊരാൾ തീ കൊളുത്തുന്നു. തീ ആളി പടർന്നപ്പോൾ ഇദ്ദേഹം മരണപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെ ഒരു അപകടം സംഭവിച്ചെന്ന് മനസ്സിലാക്കി കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഈ സംഘം ഇവിടുന്ന് കടന്നു കളയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ആസൂത്രിതമായ ഒരു കൊലപാതക ശ്രമം തന്നെ എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ ഒരു 3000 രൂപ നൽകാൻ ഉള്ളതിന് മാത്രം ഇങ്ങനെ ഒരു ക്രൂരമായ കൃത്യം ചെയ്യുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതിലപ്പുറം എന്തെങ്കിലും വസ്തുത കാര്യങ്ങൾ ഉണ്ടോ എന്നത് സംബന്ധിച്ച് ഇനി ഈ പ്രതികളെ പിടികൂടി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ പോലീസിന് അത്തരം കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തതയുണ്ടാകൂ. നിലവിൽ ഈ ഇദ്ദേഹത്തിന്റെ അബ്ദുൽ ഗഫൂറിന്റെ മൊഴിയാണ് ഇങ്ങനെ ഒരു പണം നൽകാനുള്ളതുമായി ബന്ധപ്പെട്ടതും നേരത്തെ ഇയാൾക്കെതിരെ ഭീഷണി ഉണ്ടായതും അതും എഞ്ചിൻ KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.